കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ രണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഛത്തീസ്ഗഡിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസം കഴിയുമ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്കരായ നമ്മൾ ആരെയും തട്ടിക്കൊണ്ടുപോകുന്നവരല്ല, ആരെയും കടത്തിക്കൊണ്ടുപോകുന്നവരല്ല. മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കാണ്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ എളിയ സഹോദരിമാര് ഈ കുട്ടികളെയും കൊണ്ട് അവിടെ പോയതും അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതും. വിവിധ മതങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകള് മുൻവിധിയോടെയും ശത്രുതാ മനോഭാവത്തോടെയും വൈകാരികമായി ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്ക് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നമ്മളുടെ പാവപ്പെട്ട പരിശുദ്ധരായ സന്യാസിനിമാരെ, ക്രൈസ്തവരെ, വൈദിക വിദ്യാർത്ഥികളെ വെറുതെ വിട്ടുകളയാൻ ഒക്കില്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെ പോലെ, ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ നമ്മൾ വിട്ടുകളയരുത്. അവർ നമ്മുടെ മക്കളാണ്, മലയാളികളാണ്. ഇവിടെ ജനിച്ചു വളർന്ന് ഈ സഭയിൽ, കേരള സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഗൗരവതരമായ രീതിയിൽ നമ്മൾ തിരിച്ചറിയണം.